നമസ്കാരം. വിസ്ഡം മൈറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഐ എം സുനിത, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, HSS ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ സഭാകമ്പത്തെക്കുറിച്ചായിരുന്നു. 100, 1000, 10,000 ആളുകൾക്കിടയിൽ ചിരിച്ച മുഖത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ്. ഒരു ജനക്കൂട്ടത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അപമാനിതനാകും, അല്ലെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കും എന്നൊക്കെയുള്ള ഒരു പേടിയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത്. പ്രസംഗിക്കുക എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ പേടിച്ചു വിറയ്ക്കുന്ന നമ്മളെ ആയിരിക്കും നമ്മൾ മനസ്സിൽ കാണുക. എന്നാൽ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് പകരം നല്ല കോൺഫിഡൻസോടുകൂടി ചിരിച്ചുകൊണ്ട് ഭംഗിയായി പ്രസംഗിക്കുകയും കാണികൾ അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും അത് കേട്ട് കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്ത് രസമായിരിക്കും! അങ്ങനെയുള്ള നമ്മുടെ ഒരു ചിത്രമാണ് നമ്മൾ മനസ്സിൽ ചിത്രീകരിക്കേണ്ടത്. പ്രസംഗത്തിനായി തൻ്റെ പേര് വിളിക്കുന്നത് വരെ മനസ്സിൽ മുഴുവൻ ഇത് എങ്ങനെയായി തീരും എന്നതിനെക്കുറിച്ചുള്ള ടെൻഷനായിരിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. അതിനായി ചെറിയ തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്യാം. കണ്ണടച്ചുകൊണ്ട് ഒരു ഡീപ്പ് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നത് ഒരു പരിധിവരെ ഇതിനെ മറികടക്കാൻ നമുക്ക് സഹായകരമാവും. ഞാൻ നിൽക്കുന്നത് ഒരുപാട് ആളുകൾക്ക് മുമ്പിലാണല്ലോ എന്നുള്ളതോർത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടാവുന്നത്. അതേസമയം ഒരാളോട് മാത്രം എത്ര സമയം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിയുകയും ചെയ്യും, ഒരു പേടിയുമില്ലാതെ. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര വലിയ സദസ്സിലാണെങ്കിലും എല്ലാവരെയും ഒരേ രീതിയിൽ ഒരേ സമയത്ത് നോക്കരുത്. ഒരു സമയത്ത് ഒരാളെ മാത്രം നോക്കുക, അങ്ങനെ സംസാരിക്കുക. ആളുകൾക്ക് ഒരിക്കലും നിങ്ങൾ ഒരാളെയാണ് നോക്കുന്നത് എന്ന് മനസ്സിലാവുകയുമില്ല. അതേസമയം നിങ്ങൾ സംസാരിക്കുന്നത് ഒരാളോട് മാത്രമാണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുകയും ചെയ്യും. ഞാൻ പറയുന്നത് പ്രസംഗം തുടങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നോക്കി സംസാരിക്കണം എന്നുള്ളതല്ല. സംസാരിക്കുന്ന സമയത്ത് ഓരോ പോയിന്റുകൾ വരുന്ന സമയത്ത് ഓരോരാളെ നോക്കി സംസാരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരാളെ മാത്രം നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിയില്ലാതെ സംസാരിക്കാൻ കഴിയും. പിന്നീട് ഒരുപാട് സ്റ്റേജിൽ നിന്ന് നമ്മൾ സംസാരിച്ച് നമ്മൾ നന്നായി പ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും നോക്കി ഒരേ രീതിയിൽ എല്ലാവരെയും നോക്കി സംസാരിക്കാൻ വേണ്ടി സാധിക്കും. ഇനിയും കൂടുതൽ ടിപ്സുകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.